ഫോമ കൺവെൻഷൻ ഔദ്യോഗികമായി നാളെയാണ് തുടങ്ങുന്നതെങ്കിലും ഇന്ന് തന്നെ ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. അരങ്ങെല്ലാം ഉണർന്നിരിക്കുന്നു. ഒന്നിനും ഒരു കുറവില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്നാണ് പ്രസിഡന്റ് ബേബി മുണക്കുന്നതിലും സെക്രട്ടറി ബൈജു വർഗീസും പറഞ്ഞത്. അങ്ങനെ തന്നെ വേണമല്ലോ. ഏറ്റവും ഭംഗിയായ ഒരു കൺവെൻഷൻ, ഏറ്റവും ആസ്വാദ്യകരമായൊരു കൂട്ട്, പിന്നെ ഒരു ഒത്തുകൂടൽ, അതാണല്ലോ നമ്മളെല്ലാം ലക്ഷ്യമിടുന്നതും അതാണ് ഉണ്ടാവാൻ പോകുന്നതും. നമ്മളെല്ലാവരും എത്തുമ്പോൾ തന്നെ അത് മനോഹരമായൊരു സമ്മേളനമായി മാറിയിരിക്കുന്നു. അതുതന്നെ ഒരു ആസ്വാദ്യകരമായൊരു കാര്യമായി മാറുന്നു. കാരണം പല ദേശങ്ങളിൽ കിടക്കുന്ന ആളുകൾ പിന്നെ വർഷത്തിലൊരിക്കൽ മാവേലി വരുന്ന പോലെ നമ്മൾ 2 വർഷത്തിലൊരിക്കൽ ഒത്തുകൂടാനും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടുന്നു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റ് കലാപരിപാടികളും മറ്റ് പിന്നെ ചർച്ചകളും ഇങ്ങനെയുള്ളത് അതുപോലെ നടക്കും. പക്ഷേ ഇതിൽ നമുക്ക് കൂട്ടുകൂടാനും ഒത്തുകൂടാനുമുള്ള ആ വേദി, അതാണ് ഈ സമ്മേളനങ്ങൾ, പ്രത്യേകിച്ച് ഫോമായുടെയും ഫൊക്കാനായുടെയും സമ്മേളനങ്ങൾ വ്യത്യസ്തമാക്കുന്നത്. അതാണ് നമ്മുടെ ഒരു തനിമ സൂക്ഷിക്കുന്ന, മലയാളിത്വം സൂക്ഷിക്കുന്ന ആ വേദി. അപ്പോൾ അതുകൊണ്ടിരുന്നു വളരെ സന്തോഷമുള്ള കാര്യം. ഇനി നാളത്തെ പരിപാടികൾ വായിച്ചു നോക്കി, അതിൽ പിന്നെ 5 മണിക്ക് ഘോഷയാത്ര, അപ്പോൾ കേരള വേഷത്തിൽ വരാനായിട്ട് നോക്കുക. പിന്നെ ചെണ്ടമേളം, പിന്നെ മെഗാ തിരുവാതിരയുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര അക്കാദമി അവാർഡ് കിട്ടിയ സുനന്ദ നായരുടെ നേതൃത്വത്തിലുള്ള നൃത്തങ്ങൾ, പിന്നെ ഇനാഗുറൽ പരിപാടി, പിന്നെ ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം കലാപരിപാടികളുണ്ട്. പിന്നെയാണ് ഏറ്റവും വലിയ കലാപരിപാടി, സ്ഥാനാർത്ഥികൾ അവരെ തന്നെ അവതരിപ്പിക്കുന്നു. 10:30 മറ്റാണ് തുടങ്ങുന്നത്. അപ്പോൾ സമയമുണ്ട് ഇഷ്ടംപോലെ അവർക്ക് സംസാരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ മഹാകാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഉള്ള വാഗ്ദാനങ്ങളൊക്കെ അവർ നമുക്ക് തരും. അത് നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ്. അത് കാരണം പിന്നെ അതിൽ പുതുമയില്ല. വാഗ്ദാനങ്ങൾ തരുന്നതും അത് കേൾക്കുന്നതും ഒരു ചടങ്ങായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പം എത്ര കൂടുതൽ വാഗ്ദാനങ്ങൾ തരുന്നു അതെല്ലാം സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കുന്നു. അതിന് യാതൊരു വിരോധവുമില്ല. നിങ്ങൾ കൂടുതൽ വാഗ്ദാനങ്ങൾ തരിക. പിന്നെ ഏറ്റവും നല്ല കലാപരിപാടി വെള്ളിയാഴ്ച ഇലക്ഷനാണ്. അതിൻ്റെ കൂടെ പിന്നെ നിരവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വേറിട്ട പരിപാടികളാണ് നാളെയും മറ്റന്നാളും. പിന്നത്തെ കാര്യം നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ട്, കൺവെൻഷൻ വേദിയിൽ അവിടെ ചെന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാനലല്ല, നമ്മൾ പാനൽ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പൊളിറ്റിക്സ് കളരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ 2 പാനലായിട്ട് നിൽക്കാനായിട്ട് 2 ആശയങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതാകപ്പാടെ ഒരു ആശയമേ ഉള്ളൂ. ഫോമ എന്ന ഒരു സംഘടന എന്നുള്ളൊരു ആശയം, ഒരു മലയാളി സംഘടന. അപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ വോട്ട് ചെയ്യുക. നമ്മളാരാണോ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാർ, അവർക്ക് വോട്ട് ചെയ്യുക. ഇപ്പോൾ ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല, അവർക്കും പ്രശ്നം വരരുത്. ആര് ജയിച്ചാലും 2 ഗ്രൂപ്പിൽ നിന്നുള്ളവർ ജയിച്ചതുകൊണ്ടും ഒരു പ്രശ്നവും വരേണ്ട കാര്യമൊന്നുമില്ല. ഈ പാനൽ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു ധ്വനി, അത് പാനൽ മൂത്താണ് ഫൊക്കാന 2ആയി പിരിഞ്ഞത്, ഫോമ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ആ കാലം നമ്മൾ മറന്ന് കളയേണ്ടതില്ല. അപ്പോൾ അമിതമായ ഒരു പാനൽ താല്പര്യമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. ഇനി അതിനോടൊപ്പം തന്നെ ഈ വരുന്ന ആളുകൾ പരസ്പരമുള്ള ഒരു ഇൻറ്ററാക്ഷനും ഒക്കെ ഉള്ളൊരു വേദിയാണിത്. അപ്പോൾ അത് പലരും, നമ്മുടെ മലയാളി സ്വഭാവം എന്താണ്, മറ്റൊരു മലയാളിയെ കണ്ടാൽ ഉടനെ ഒഴിഞ്ഞു മാറിപ്പോവുക, അല്ലെ മുഖം വീർപ്പിച്ച് പിന്നെ അങ്ങോട്ട് നോക്കുക പോലും, ഒരു പുഞ്ചിരിക്കുക പോലും ചെയ്യില്ല. നേരെ മറിച്ച് മറ്റൊരാളെ കണ്ടാൽ നമ്മളൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ആണ് പോവുക ചെയ്യുന്നത്. ഒരു മലയാളിയാണെങ്കിൽ പിന്നെ നമ്മൾ വഴിമാറിപ്പോവും. മിക്കവാറും അതാണ് നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം. അത് സാധാരണയായിട്ട് കാണുന്നൊരു കാര്യമാണ്. സ്ത്രീകളാണെങ്കിൽ ഒട്ടും പറയുകയും വേണ്ട. അപ്പോൾ അങ്ങോട്ട് പരസ്പരം ഒന്ന് മിണ്ടാനും അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനും ഉള്ളൊരു സൗമനസ്യം കാട്ടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൂടുതൽ പേരെ പരിചയപ്പെടുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ആളുകൾ ഇങ്ങനെ അനിയന്ത്രിതമായി എല്ലാ കാലത്തും ഇങ്ങോട്ട് കുടിയേറ്റക്കാരായി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, ഈ കുടിയേറ്റം ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പം ഈ കരീബിയനിലൊക്കെ നമുക്കറിയാം, ഗയാന, അതുപോലെ ട്രിനിഡാഡ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ അവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ട്. 150-200 വർഷം മുമ്പ് അടിമകളായിട്ട് ഈ ഇൻഡൻജുവേഡ് ലേബർ, അടിമയല്ല, അവരെ ഈ ഇൻഡൻജുവേഡ് ലേബറായിട്ട് കൊണ്ടുപോയ ആളുകൾ, അവരെ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിൽ കൊണ്ടുപോയ ആളുകളാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അങ്ങ് അറ്റുപോയി. പിന്നെ അവരുടെ ഒരു സംസ്കാരത്തിലാണ് വളരുന്നത്. അവിടുത്തുകാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഈ ഇന്ത്യൻ ബന്ധമുണ്ട്, പക്ഷേ ഇന്ത്യക്കാരല്ല. ഇന്ത്യൻ സംസ്കാരമുണ്ടെങ്കിലും
അവിടുത്തെ സംസ്കാരമായിട്ട് അതങ്ങ് ലയിച്ചു ചേർന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അവരാ മറ്റൊരു സംസ്കാരമായി മാറുന്ന. ഇപ്പം നമ്മുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 50-100 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആകാനാണ് വഴി. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരും തലമുറകൾക്ക് ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇല്ലാതായിത്തീരുന്നു. ഇന്ത്യയിൽ നിന്ന് പുതിയ പുതിയ ആളുകൾ ഇങ്ങോട്ട് വരാതാവുന്നു. അങ്ങനെ അനിയന്ത്രിതമായ ഒരു ഇമിഗ്രേഷൻ ഇല്ലാതാവുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തുകാർ ഈ സംസ്കാരത്തിലേക്ക് മാറുന്നു. നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം എന്നുള്ളത്, അല്ലെ മലയാളി സംസ്കാരം എന്നുള്ളത് നമുക്ക് അന്യം നിൽക്കുന്ന ഒരവസ്ഥ വരുന്നു. മലയാള ഭാഷ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ വരുന്നു. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പിന്നെ ജീവിക്കുന്ന ആളുകളാണ് നമ്മളിപ്പം നമുക്ക് കേരളവുമായിട്ടും ഇന്ത്യയുമായിട്ടെല്ലാം വലിയ ബന്ധമാണുള്ളത്. പക്ഷേ അത് എല്ലാ കാലത്തും നിലനിൽക്കണമെന്നുമില്ല. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഇവിടെയുള്ള ആ ബന്ധങ്ങൾ ശക്തിപ്പെട്ട് നിൽക്കേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നുന്നു. നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളും പരസ്പരമുള്ള ആ താല്പര്യങ്ങളും അത് പിന്നെ ഇപ്പോൾ മാത്രമല്ല ഈ വരുംകാലങ്ങളിലും നമ്മുടെ അനന്തര തലമുറകളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള വേദികൾ പങ്കിടാനും ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അവർ പലരും പലരും മറ്റ് അമേരിക്കക്കാരെ വിവാഹം കഴിക്കുന്നു, അല്ലെ മറ്റുള്ളവരെ വിവാഹം കഴിക്കുന്നു, നോർത്ത് ഇന്ത്യൻസിനെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അങ്ങ് വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ കൂടി അവർക്കൊക്കെ വരാവുന്ന ഒരു വേദി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഭാവിയിലേക്ക് നമ്മൾ മലയാളി ബന്ധമുള്ള എല്ലാവരും ഒത്തുകൂടുന്നൊരു വേദി. ഒരുപക്ഷെ വരുംകാല തലമുറകൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഇപ്പം തന്നെ നമ്മളതിനെപ്പറ്റി അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഫൊക്കാനായാലും ഫോമായാലും ഒക്കെ ഇങ്ങനെയുള്ള ഈ മിക്സഡ് ആയിട്ടുള്ള ആളുകൾ, അവരെ കൂടുതലായിട്ട് വിളിച്ചു വരുത്തുക, നമ്മുടെ കാര്യങ്ങളിലൊക്കെ അവരെ ഇടപെടുത്തുക, അവരെ നമ്മുടെ സംസ്കാരമൊക്കെ അവർക്ക് തീരെങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരാതിരിക്കുക, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. എന്തായാലും സമ്മേളനം നമുക്ക് അടിച്ചുപൊളിയാക്കാം.